സ്ഥലം കണ്ട് ആരും ഞെട്ടരുത്. ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മേക്കപ്പ് ബോക്സ് എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ബോക്സ് അല്ല, ഒരു ട്രോളിയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ബോക്സ് യൂസ് ചെയ്തിരുന്നു. നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ എന്താ പറയുക ഒരു ബോക്സ് മെറ്റലിൻ്റെ, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സിൽവർ കളറായിരുന്നു കേട്ടോ എൻ്റെ ബോക്സ്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചു. പിന്നെ ഹെയറിൻ്റെ പ്രോഡക്ട്സും പിന്നെ മെഷീൻസും ഒക്കെ വെക്കാൻ വേണ്ടി ട്രോളിയും അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ബോക്സസ് ഉണ്ടാവും കയ്യിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റലിൻ്റെ ബോക്സിന് ഭയങ്കര വെയിറ്റ് ആണ്. അപ്പോൾ എനിക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. വെന്യൂലെത്തുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഈ ട്രോളി ബാഗിനകത്തേക്ക് ആക്കി. അപ്പോൾ ഇത് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറിലത്തെ ട്രോളി ബാഗാണ്. മീഡിയമാണ് സൈസ് വരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രോഡക്ട്സും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള പ്രോഡക്ട്സ് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുമ്പോൾ പറയപ്പോൾ 3, 4, 5 ഹെയർ സ്പ്രേ കൊണ്ടുപോകുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അത്ര അധികം ഹെയർ സ്പ്രേ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇത് ഹെയർ എക്സ്റ്റൻഷൻ ആയിട്ട് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്ലേറ്റഡ് ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ. ഇപ്പം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും തന്നെ ക്ലിപ്പ് ഓൺ എക്സ്റ്റൻഷൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇതായിട്ട് യൂസ്ഡ് ആണ്. പണ്ടത്തെ പോലെ അധികം കളിയാക്കലുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബ്രൈഡൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ എക്സ്റ്റൻഷനാണ് ഇപ്പം ഞാൻ കാണിച്ചത്. നാളത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു വർക്കാണ്. നമ്മൾ 11 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവിടെ. നാളെ 4 പേരേ ഉള്ളൂ. മറ്റന്നാളും അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും 11 പേരുണ്ട്. ഞാൻ വ്ളോഗായിട്ട് പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. ആ വീഡിയോസൊക്കെ നല്ല രസമായിരിക്കും. എല്ലാവരെയും ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, മേക്കപ്പ് ചെയ്യുന്ന ഒത്തിരി പേരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഒക്കെ നല്ല രസമാണ്, നല്ല ജോളിയാണ്. നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോരും. അപ്പോൾ അങ്ങനെ ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനേഴ്സ്. ഇതൊരു ബോക്സ് നിറച്ച് ലിപ് ലൈനേഴ്സ് ആണ്. അഫോർഡബിൾ ആണ്, പിന്നെ വളരെ ക്രീമിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ബിസിനസ് കാർഡാട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് ആള് തന്നെ എനിക്ക് പ്രിന്റ് ചെയ്ത് തന്ന ഒരു ബിസിനസ് കാർഡാണ്. എൻ്റെ ലോഗോയൊക്കെ വെച്ച് ആള് തന്നെ ആട്ടോ എനിക്ക് ലോഗോയൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നത്. ആളൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, എൻ്റെ അടുത്തില്ല. അപ്പോൾ ഇന്ന് ഒത്തിരി ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് ഞങ്ങളുടെ 3rd എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒത്തിരി മിസ് ചെയ്തേക്കുമായിരുന്നു ഇന്ന് ഞാൻ ആളെ. അപ്പോൾ ഇത് ബിസിനസ് കാർഡും കൂടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഒരു ബ്രഷ് കിറ്റാണ് എൻ്റെ. അത് ക്രയലൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. അതൊരു ആർട്ടിസ്റ്റിക് ബ്രാൻഡാണ്. ഭയങ്കര നല്ല പ്രോഡക്ട്സ് ആണ് അവരുടെ. ബ്രഷസ് ആണെങ്കിലും എല്ലാം ഭയങ്കര നല്ല സാധനങ്ങളാണ് അവരുടെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ എടുത്തു വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും മേക്കപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഈ വലിയ ബോക്സിലാണ് നമ്മുടെ ഫൗണ്ടേഷൻസ്, ഐ ഷാഡോസ്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ വലിയ ബോക്സിലാണ് ഉള്ളത്. ഇപ്പം ഈ ട്രോളിയിൽ പാക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ എത്ര വെച്ചാലും ശരിയാവില്ല. ഇത് ഞാൻ ആദ്യം വെക്കും, പിന്നെ തിരിച്ചെടുത്ത് വെക്കും, പിന്നെ ഒന്നും കൂടെ വെക്കും. ഇത് എപ്പോൾ പാക്ക് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു വർക്ക് കഴിഞ്ഞ് വന്നു, പിന്നെ ക്ലീനൊക്കെ ചെയ്ത് പിന്നെ ഞാൻ എടുത്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വർക്കിന് പോകുമ്പോൾ രണ്ടാമത് ഇതുപോലെ തന്നെ എടുക്കും, ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെക്കും. അപ്പോൾ ഈ തിരിച്ച് വെക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ വെച്ചാലും ശരിയാവില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ വർക്കിന് പോയതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും വെക്കേണ്ടിയൊക്കെ വരുവാണെങ്കിൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒരു തരത്തിൽ ഇത് എങ്ങനെ വെച്ചാലും ശരിയാവില്ല. എടുത്തു മാറ്റും, പിന്നെ വെക്കും, എടുത്തു മാറ്റും, പിന്നെ വെക്കും. അവസാനം വട്ടുപിടിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ആളുടെ അടുത്തായിരിക്കും. ഇതിപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ ദേഷ്യമൊക്കെ കടിച്ചമർത്തി പിടിച്ച് തന്നെ വീണ്ടും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും പുറത്തേക്ക് എടുത്ത് ഞാൻ എല്ലാം രണ്ടാമത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് ഞാൻ രണ്ടാമത് പാക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ ശരിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ നമ്മളുടെ വർക്ക് വന്നിട്ട് ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് എറണാകുളത്തുള്ള. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആട്ടോ എല്ലാവരെയും കാണാൻ. നമ്മൾ ലാസ്റ്റായിട്ട് വർക്ക് ചെയ്തത് കുറേ നാൾ മുന്നേ ആണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ജൂണിലോ അങ്ങനെ എന്തോ ആണ് നമ്മൾ ലാസ്റ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് എല്ലാവരെയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരും എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ നാളെ ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞത്. ഏകദേശമൊക്കെ ആയി. എന്നാലും ഈ ബോക്സ് എവിടെ വെക്കും, ആ ബോക്സ് ഈ ബോക്സും കൂടെ അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ്. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇനി ലാസ്റ്റ് വെക്കുന്നത് ഒരു വലിയ ഐഷാഡോ പാലറ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐഷാഡോ പാലറ്റാണ്. എനിക്ക് ഗിഫ്റ്റ് തന്നൊരു ഐഷാഡോ പാലറ്റാട്ടോ. അത് റെവല്യൂഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വലിയൊരു ഐഷാഡോ പാലറ്റാണ്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു കവറിൽ വെക്കാൻ കാര്യം അത് കുറച്ച് വലുതാണ്, പെട്ടെന്ന് പൊട്ടിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ നമ്മുടെ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നാളെ വർക്കിനൊക്കെ പോയിട്ട് പറ്റുമെങ്കിൽ വ്ളോഗൊക്കെ ചെയ്തിടാം കേട്ടോ ഗൈസ്.
ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.